കണ്ണുടയ വള്ളലാരുടെ ഒഴിവിലൊടുക്കം 3-ാം അധ്യായത്തിലെ മറ്റൊരു വെൺപായിലേക്ക് നാം പ്രവേശിക്കുന്നു. കഴിഞ്ഞ വെൺപായുടെ ഒരു തുടർച്ചയാണ് ഈ തിരുവെൺപ. അതുകൊണ്ട് കഴിഞ്ഞ വെൺപായിലെ കാര്യങ്ങൾ 1-2 വാചകങ്ങളിൽ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് ജീവബോധപ്പറ്റ ഒഴിഞ്ഞ് അരുൾ ബോധം കൊണ്ട് അരുൾ സ്വരൂപമായി തീർന്ന സാധകനിലും ഈ ജീവബോധത്തിൻ്റെ ചില കണികകളെങ്കിലും അവശേഷിച്ചിരിക്കും. ഈ കണികളെ പൂർണ്ണമായി അറുത്തുമുറിച്ച് മാറ്റാതെ ആ ആത്മസ്വരൂപമായ അരുൾ സ്വരൂപത്തിൽ തന്നെ സ്ഥിരമായി നിൽക്കാൻ കഴിയില്ല. അപ്പോൾ സ്ഥിരമായി ശാശ്വതമായി അനക്കമില്ലാതെ അരുൾ സ്വരൂപത്തിൽ നിൽക്കണമെങ്കിൽ മനസ്സിനെ പൂർണ്ണമായും അതിൻ്റെ മൂലമായ ആത്മാവിൽ അല്ലെങ്കിൽ തൻ്റെ സ്വസ്വരൂപത്തിൽ ലയിപ്പിക്കണം. ഇതാണ് കഴിഞ്ഞ പാഠലിൽ പറഞ്ഞത്. ഇത് തന്നെയാണ് വീണ്ടും ഒരു അലങ്കാര ബിംബത്തിലൂടെ കണ്ണുടയ വള്ളലാർ വിശദീകരിക്കുന്നത്. ഇതാ നോക്കൂ. കെട്ടടും തറിയഴിച്ചു വിട്ട് അഥ തട്ടിയാട്ടി വിടുവോളവും കെട്ടിലുള്ള കുറി കൊണ്ട് നിന്നിടുന്നൊരു കിടാവ് പോൽ ബോധമറ്റ അരുൾ ശിവങ്ങളൊത്ത് വരും ആത്മനിർവൃതിയിലും പഴം ഈ ജീവഭാവന നിറഞ്ഞു നിൽക്കും. അപ്പോൾ ഒരു പശുക്കുട്ടിയെ അമ്മയിൽ നിന്ന് വേർപിരിക്കാൻ വേണ്ടി കറവ സമയത്ത് നാം കറന്നിന് കഴിഞ്ഞതിന് ശേഷം ഒരു കയറിൽ കെട്ടിയിടുന്നു. പിന്നീട് വീണ്ടും പശുവിനെ കറക്കാൻ നേരത്ത് നാം ഈ കിടാവിനെ കുറ്റിയിൽ നിന്ന് അഴിച്ച് അമ്മയുടെ അടുത്തേക്ക് വിടും. പക്ഷേ കുഞ്ഞ് ആദ്യം അമ്മയുടെ അടുത്തേക്ക് പോകില്ല. കാരണം ഇതേവരെ കുറ്റിയിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് അതിന് അമ്മയുടെ അടുത്തേക്ക് പോകാനാവില്ല എന്ന് അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കെട്ടഴിച്ച് വിട്ടാലും ഈ പശുക്കുട്ടി അമ്മയുടെ അടുത്തേക്ക് കുറച്ച് നേരത്തേക്ക് പോകില്ല. അപ്പോൾ എന്തു ചെയ്യും? ഈ കറവക്കാരൻ ആ പശുക്കുട്ടിയെ ഉന്തി പശുവിൻ്റെ അടുത്തിലേക്ക് കൊണ്ടുപോകും. അതേപോലെയാണ് സാധകൻ്റെ അവസ്ഥ എന്ന് പറയണം. സാധകൻ ഒരു പശുക്കുട്ടിയാണ്. അമ്മയിൽ നിന്ന് അല്ലെങ്കിൽ ആത്മാവിൽ നിന്ന് സ്വസ്വരൂപത്തിൽ നിന്ന് വേറിട്ട് നിർത്തിയിരിക്കുകയാണ്. ആ സാധകൻ അമ്മയുടെ അടുത്തേക്ക് സ്വസ്വരൂപത്തിലേക്ക് കയറഴിച്ച് വിട്ടാലും ഒരു നിമിഷം പോകില്ല. കാരണം എന്താ? ആ സാധകൻ്റെ പൂർവജന്മവാസന കൊണ്ട് അതപ്പോഴും അവിടെ തന്നെ നിൽക്കും. അപ്പോൾ എന്താണ് വേണ്ടത്? ഗുരുവാകുന്ന കറവക്കാരൻ ആ പശുക്കുട്ടിയെ ഉന്തിത്തള്ളി വീണ്ടും പശുവിൻ്റെ അടുക്കലേക്ക്, അതായത് സ്വരൂപജ്ഞാനത്തിലേക്ക്, ആത്മാനുസന്ധാനത്തിലേക്ക് തള്ളിവിടും. അങ്ങനെ അത് അമ്മയുടെ പാല് നുകരുന്നു. അതേപോലെ ഈ സാധകനും ഗുരുവിൻ്റെ സഹായത്താൽ വീണ്ടും സ്വസ്വരൂപസ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് പറയുന്നത്. അതിന് മനോഹരമായ ഒരു അലങ്കാര ബിംബത്തിലൂടെയാണ് കവി ഇവിടെ വീണ്ടും ഈ സത്യം വിളിച്ചു പറയുന്നത്. പശുക്കുട്ടി അമ്മയിൽ നിന്ന് വേർപെട്ട് ഒരു കുറ്റിയിൽ കെട്ടിയിട്ടാൽ കറവക്കാരൻ വന്ന് ആ പശുക്കുട്ടിയെ അഴിച്ചു വിട്ടാലും ആ പശുക്കുട്ടി പോകില്ല. കാരണം എന്താ? അത് ബന്ധനത്തിലാണെന്നാണ് അതിൻ്റെ തോന്നൽ. പിന്നെ ആ കറവക്കാരൻ ആ പശുക്കുട്ടിയെ അമ്മയുടെ അടുത്തേക്ക് ഉന്തി തള്ളി വിടണം. അതേപോലെ ഗുരുവും ജീവബോധപ്പറ്റിലേക്ക് വീണ്ടും സാധകൻ കടക്കുമ്പോൾ ഉന്തിത്തള്ളി ആത്മസ്വരൂപധ്യാനത്തിലേക്ക് വീണ്ടും സാധകനെ പറഞ്ഞു വിടുന്നു. അങ്ങനെ കുറേ നാളത്തെ നിരന്തര പരിശ്രമം കൊണ്ട് അയാളിൽ ആത്മസ്വരൂപം തെളിഞ്ഞ് പ്രകാശിക്കുകയും അയാൾ നിജസ്വരൂപനായി എപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നു. ഇതിന് ഗുരുവിൻ്റെ സഹായം ആവശ്യമാണ്.
പലപ്പോഴും അരുൾബോധം കിട്ടിയാലും ഈ സാധകൻ വീണ്ടും ബോധപ്പറ്റിലേക്ക് വരുമ്പോൾ ആ ജീവബോധപ്പറ്റിൽ നിന്ന് വീണ്ടും ശിവബോധത്തിലേക്ക്, ആത്മസ്വരൂപത്തിലേക്ക് ഗുരു തന്നെയാണ് തള്ളിവിടുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ റോൾ ഇവിടെ വളരെ വലുതാണ്. എപ്പോഴൊക്കെയാണോ സാധകൻ, തൻ്റെ ശിഷ്യൻ ആത്മസ്വരൂപ ധ്യാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ആത്മസ്വരൂപ നിർവൃതിയിൽ നിന്ന് താഴേക്ക് പതിക്കുന്നത്, അപ്പോഴെല്ലാം ഗുരു കണ്ടെത്തുകയും ആ സാധകനെ വീണ്ടും ആത്മസ്വരൂപ ധ്യാനത്തിലേക്ക് പറഞ്ഞുവിടുകയും അങ്ങനെ സ്വസ്വരൂപസ്ഥിതിയിൽ അയാളെ എപ്പോഴും നിർത്താൻ ശ്രമിക്കുകയും ചെയ്യും. ഇതാണ് ഒരു ഗുരുവിൻ്റെ കടമ. ഗുരു എപ്പോഴും ചെയ്യുന്നത് ഇത് തന്നെയാണ്. എപ്പോഴാണോ ഒരു സാധകൻ ആത്മസ്വരൂപ ധ്യാനത്തിൽ നിന്ന് വഴുതി വീഴുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ ഒരു സാധകൻ സ്വരൂപാവസ്ഥയിൽ നിന്ന് വഴുതി ജീവബോധപ്പറ്റിലേക്ക് വീഴുന്നത്, അപ്പോൾ ഗുരു അടുത്ത് ചെന്നിട്ട് ആ സാധകനെ, അല്ലയോ സാധക, നീ എന്ത് വേണം, ആ മാതൃസവിധത്തിലേക്ക് എത്തിച്ചേരുക, നീ നിൻ്റെ സ്വരൂപത്തിലേക്ക് എത്തിച്ചേരുക, അവിടെ ചെന്ന് നീ സ്വസ്വരൂപസ്ഥിതനായി കഴിയുക എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്തേക്ക്, അതായത് ജന്മഗ്രഹത്തിലേക്ക് വീണ്ടും പറഞ്ഞു വിടുന്നു. ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എപ്പോൾ വരെ? സാധകൻ സ്ഥിരമായി അചഞ്ചലനായി എപ്പോഴും ആത്മനിഷ്ഠനായി സ്വസ്വരൂപസ്ഥിതിയിൽ കഴിയുന്നത് വരെ. അയാൾക്ക് പിന്നെ ഒരിക്കലും വീഴ്ചയില്ല. അയാൾ എപ്പോഴും സ്വസ്വരൂപസ്ഥിതിയിൽ എത്തി നിൽക്കും. അതേവരെ ഗുരു ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ സംഭവം വളരെ പ്രധാനപ്പെട്ട ഒരു കഥാരൂപത്തിൽ രമണ മഹർഷി ആന്ധ്രക്കാരനായ ഒരു ഭക്തന് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ ടച്ചിങ്ങായ ഒരു രംഗമാണിത്. അഷ്ടാവക്ര ഗീത ഭഗവാനിൽ നിന്ന് പഠിച്ച ഈ ഭക്തൻ ഋഭു ഗീത എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ഭഗവാനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ആ കഥ പറയുകയാണ്. എന്താണ് ആ കഥ? അതായത് രമണ മഹർഷി ഋഭുഗീതയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുകയാണ്. നിദാകൻ എന്ന ശിഷ്യൻ ഭൃഗു മഹർഷിയുടെ ശിഷ്യനായിരുന്നു. കുറേയൊക്കെ ശാസ്ത്രബോധമുള്ള ഒരുത്തനായിരുന്നു നിദാകൻ. അതുകൊണ്ട് എപ്പോഴും ചോദ്യം ചോദിക്കുകയും ഈ ആത്മസ്വരൂപ ധ്യാനത്തിൽ സംശയം പ്രകടിക്കുകയും ജീവബോധപ്പറ്റിലേക്ക് പലപ്പോഴും വഴുതി വീഴുകയും ചെയ്യും. അപ്പോഴെല്ലാം ഈ ഭൃഗു മഹർഷി എന്ന ഗുരു നിദാകനെ വീണ്ടും ആ ജന്മഗ്രഹത്തിലേക്ക്, ആത്മസ്വരൂപത്തിലേക്ക് ആനയിക്കും. ഈ സംഭവം വിവരിക്കുന്നൊരു കഥയാണ് ഋഭുഗീത ഉണ്ടാകാനുള്ള പ്രധാന കാരണമെന്ന് രമണ മഹർഷി ആ സാധകനോട്, ആ ഭക്തനോട് വിവരിക്കുകയാണ് ആ കഥ. ആ കഥയിലെ പ്രധാനപ്പെട്ട പൊരുൾ ഇതാണ്. അതായത് പലപ്പോഴും നിദാകനോട് കൂടുതൽ സ്നേഹം ഋഭു മഹർഷി കാണിച്ചിരുന്നു. കാരണം അയാൾ യുക്തിവാദിയാണ്, നിറയെ സംശയങ്ങളുള്ള മനുഷ്യനാണ്. പലപ്പോഴും ജീവബോധപ്പറ്റിലേക്ക് വീണ്ടും സത്യം അറിഞ്ഞാലും വഴുതി വീഴുന്നുണ്ട്. അപ്പോൾ ആ ശിഷ്യനെ സഹായിക്കണമെന്ന് കരുതിയപ്പോഴും ഋഭു മഹർഷി നിദാകൻ ഉപദേശങ്ങൾ നൽകും. പലപ്പോഴും അത് സ്വരൂപത്തിലല്ല, മറ്റൊരു രൂപം ധരിച്ചുകൊണ്ടാണ് ഈ ഗീത ഉപദേശിക്കുക. അതായത് ഒരു ദിവസം ഋഭു മഹർഷി ഒരു ബ്രാഹ്മണൻ്റെ വേഷം ധരിച്ചു. ഒരു ഗ്രാമീണനായൊരു ബ്രാഹ്മണൻ്റെ വേഷം ധരിച്ചിട്ട് വഴിയിൽ നിന്നു. ആ സമയം അവിടെ നിദാകനുമുണ്ടായിരുന്നു. നിദാകൻ ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാജാവ് ആനപ്പുറത്ത് എഴുന്നള്ളുന്നു. അത് നോക്കി രസിച്ചുകൊണ്ടിരിക്കുകയാണ് നിദാകൻ. അപ്പോൾ ഈ ഗ്രാമീണൻ ചോദിച്ചു നിദാകനോട്, അതായത് ഭൃഗു മഹർഷി വേഷം മാറിയതാണ് ഗ്രാമീണൻ. ആ ഗ്രാമീണൻ നിദാകനോട് ചോദിച്ചു, ഈ രാജാവിൻ്റെ മേലേതാ കീഴേതാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചിരിച്ചുകൊണ്ട് അല്പം പരിഹാസത്തോടെ നിദാകൻ ആ ഗ്രാമീണനോട് ഉത്തരം പറഞ്ഞു, നോക്കൂ, മോളേതാ, മുകളിൽ രാജാവ് കയറിയിരിക്കുന്നു, താഴെ ആരാ ഉള്ളേ? ആനയിരിക്കുന്നു. ഇത് കണ്ടുപിടിക്കാൻ എന്താണ് ഇത്ര പ്രയാസം എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവർ നിരന്തരം തർക്കിച്ചുകൊണ്ടിരുന്നു. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച ഗ്രാമീണനോട് നിദാകൻ കയർത്തു. എന്നിട്ട് പറഞ്ഞു, താനൊന്ന് കുനിഞ്ഞു നിൽക്ക് എന്ന് പറഞ്ഞു.
എന്നിട്ട് കുനിഞ്ഞു നിൽക്കുന്ന ഗ്രാമീണൻ്റെ പുറത്ത് നിദാഘൻ കയറി. ഇപ്പോൾ മുകളിൽ ആരാണ്? ഞാനും താഴെ നീയും എന്ന് നിദാഘൻ ഉത്തരം പറഞ്ഞു. ആ ചോദ്യത്തിന് നിദാഘൻ തന്നെ ഉത്തരം പറയാണ്, മുകളിൽ ഞാൻ, നിൻ്റെ ഗ്രാമീണൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന ഞാൻ, താഴെ കുനിഞ്ഞു നിൽക്കുന്നത് നീ. അപ്പോൾ ഞാൻ നീ എന്നുള്ള ഈ വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല, അത് നീ ഒന്ന് വിവരിച്ച് തരുമോ എന്ന് ചോദിക്കുമ്പോൾ നിദാഘന് കാര്യം മനസ്സിലായി. ഇത് ഗ്രാമീണനല്ല, തൻ്റെ ഗുരുവിൻ്റെ വാക്കുകളാണ് ഈ കേൾക്കുന്നത് എന്ന് മനസ്സിലാക്കി. ഉടനെ ഗുരുവിനെ സാഷ്ടാംഗം പ്രണമിച്ചിട്ട് തൽസ്വരൂപസ്ഥിതി എനിക്ക് വീണ്ടും വിവരിച്ചു തരണമെന്ന് നിദാഘൻ പരമഗുരുവായ ഭൃഗുമുനിയോട് പറയുന്നു. അപ്പോൾ ആ ഭൃഗുമുനി ആത്മസ്വരൂപത്തെപ്പറ്റി വിവരിക്കുകയാണ്. ബ്രഹ്മവിജ്ഞാന സമ്പന്നനായ ഋഭുമുനിയെ കണ്ടയുടൻ നിദാഘൻ, ശുഗൻ തുടങ്ങിയ നിഷ്കളങ്കരായ മുനിമാർ ഭക്തിയോടുകൂടി ദണ്ഡനമസ്കാരം ചെയ്ത് പൂജിച്ച ശേഷം ചോദിച്ച, ഹേ മുനിസത്മാ, പണ്ട് കൈലാസഗിരിയിൽ വച്ച് പരമശിവനെ ഭക്തിയോടുകൂടി ആരാധിച്ചുള്ള നിന്തിരുവടിക്ക് ഭഗവാന്റെ കൃപാതിരേകത്താൽ അഖണ്ഡ ജ്ഞാനം എങ്ങനെ ലഭിച്ചു എന്ന് എനിക്ക് ഉപദേശിച്ചാലും. അതിന് ഋഭുമഹർഷി പറയുകയാണ്, അറിവേ സ്വരൂപമായിരിക്കുന്ന ആത്മാവിന് നാശമില്ലാത്തതിനാൽ അത് സത്താകുന്നു. അറിവേ സ്വരൂപമായിരിക്കുന്ന ആത്മാവ് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നതിനാൽ അത് ചിത്താകുന്നു. അറിവേ സ്വരൂപമായിരിക്കുന്ന ആത്മാവ് എല്ലാവർക്കും പ്രിയമായിരിക്കുന്നതിനാൽ അത് ആനന്ദമാകുന്നു. അറിവേ സ്വരൂപമായിരിക്കുന്ന ആത്മാവ് അന്തമില്ലാത്തതിനാൽ അത് അനന്തമാകുന്നു. സച്ചിത് ആനന്ദം. അദ്വൈത ജ്ഞാനമാകുന്ന ബ്രഹ്മം അതുതന്നെ സകലത്തിനും അധിഷ്ഠാനം. ഈ കാണുന്ന അഖില ദ്വൈതപ്രപഞ്ചത്തിനും അതീതമാണ്. ഏക പരിപൂർണമായി ശോഭിക്കുന്ന ബ്രഹ്മം അത് നിത്യവും നിർഗുണവും നിർമ്മലവുമാണ്. സത്യമായി സുഖ ഘനമായി ശാന്തമായിരിക്കുന്നത് എല്ലാവരിലും എപ്പോഴും ഇരിക്കുന്ന ആത്മാവായ ഞാൻ തന്നെയാകുന്നു എന്നാണ് ഇവിടെ ഋഭുമഹർഷി നിദാഘന് പറഞ്ഞു കൊടുത്ത സത്യം. ആ സത്യത്തോടെ അദ്ദേഹം കൂടുതൽ ആത്മസ്വരൂപത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ ഋഭുഗീതയെക്കുറിച്ച് വളരെയേറെ ആദരവോടെയാണ് രമണ മഹർഷി എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദുസ്തരമായ സംസാരസാഗരത്തെ തരണം ചെയ്ത് സുസ്ഥിരമായ സ്വരൂപ സാക്ഷാത്കാരം കൈവരിക്കുന്നതിന് ഉപകരിക്കുന്ന ബ്രഹ്മവിജ്ഞാനഘനസമ്പന്നവും വേദ സാരസർവസ്വമായ ഈ ഋഭുഗീതയുടെ മഹത്വം വർണ്ണനാതീതമാണ് എന്നാണ് രമണ മഹർഷി ആ ആന്ധ്രാക്കാരനായ ഭക്തനെ ധരിപ്പിക്കുന്നത്. എന്നിട്ടാണ് ഋഭുഗീതയുടെ മഹത്വത്തെക്കുറിച്ച് അദ്ദേഹം ആ ഭക്തന് വിവരിച്ച് കൊടുക്കുന്നത്. അപ്പോൾ രമണ മഹർഷിയുടെ ജീവിതത്തിൽ അദ്ദേഹം പല സാധകന്മാർക്കും ഈ ഋഭുഗീതയുടെ കാതൽ ഉപദേശിച്ചു കൊടുത്തു. അതുതന്നെ ഞാൻ ആരാണ് എന്ന ദർശനത്തിൻ്റെ, രമണ മഹർഷിയുടെ ദർശനത്തിൻ്റെ കാതലുമാണ്. അപ്പോൾ ഋഭുഗീതയിൽ പറയുന്നതും ഒഴിവിലൊടുക്കത്തിൽ പറയുന്നതും ആയ ആത്മസ്വരൂപധ്യാനത്തെ, നിജസ്വരൂപ ധ്യാനത്തെയാണ് രമണ മഹർഷി എപ്പോഴും തൻ്റെ സാധകർക്ക് ഉപദേശിച്ചു കൊടുത്തത്. ഞാൻ ആരാണ് എന്ന് നിരന്തരം അന്വേഷിച്ച് ചെല്ലുമ്പോൾ സത്യമായ ഞാൻ തെളിഞ്ഞ് വരും. അതോടെ ആത്മസ്വരൂപം നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. ആത്മസ്വരൂപം നിറഞ്ഞു നിന്നാലും ജീവിത പറ്റിലേക്ക് വീണ്ടും ചിലപ്പോൾ വീണു പോയേക്കാം. അതുകൊണ്ട് സാധകന്മാർ അത് കഴിഞ്ഞിട്ടും ഈ ആത്മസ്വരൂപ ധ്യാനം കിട്ടി ആത്മസ്വരൂപ നിഷ്ഠയിലിരിക്കുമ്പോഴും അവർ രമണ മഹർഷിയെ വീണ്ടും സന്ദർശിച്ച് ആ ജീവബോധപ്പറ്റിനെ വീണ്ടും ഒഴിവാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ഒരുപാട് ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ ശേഷാദ്രി സ്വാമി, അതേപോലെ അരുണാചല അണ്ണാമലൈ എന്ന് പറയുന്ന ഒരു ശിഷ്യനുണ്ടായിരുന്നു. ഇവരൊക്കെ സത്യസാക്ഷാത്കാരം കിട്ടിയവരാണ്. എന്നിട്ടും
പലപ്പോഴും രമണ മഹർഷിയുടെ ആശ്രമത്തിൽ രമണ മഹർഷിയുടെ അടുത്തിരുന്ന് വീണ്ടും ഈ സ്വസ്വരൂപധ്യാനത്തിൽ മുഴുകി ആത്മനിഷ്ഠനായി കഴിയുന്നത് നമുക്ക് ജീവചരിത്രങ്ങളിൽ കാണാവുന്നതാണ്. ഇത് സാധു ഗോപാലസ്വാമി വളരെ ഭംഗിയായിട്ട് വിവരിക്കുന്നുണ്ട്. സാധു ഗോപാലസ്വാമിയുടെ വാക്കുകൾ: കെട്ടിയ കന്നിൻ്റെ കെട്ടഴിച്ചാലും അത് അവിടം വിടുന്നില്ല, അതിനെ പിന്നെ ഒന്നുകൂടെ തട്ടണം. കന്നിനെ ഇനിയൊരുവൻ കെട്ടിയതുപോലെ അല്ല ആണ്ടവൻ നമ്മെ ജഡപദാർത്ഥങ്ങളോട് കെട്ടിയിരിക്കുന്നത്. കന്നിനെ തട്ടിവിടുമ്പോൾ വീണ്ടും തന്നെ കെട്ടാൻ വരുന്നോ എന്ന് നോക്കി ആ കന്നോടും. കന്ന് എന്താണ്, കയർ എന്താണ്, ആര് കെട്ടി എന്നെല്ലാം വിവേകത്തോടു കൂടി അറിഞ്ഞ് തന്നെത്താൻ കെട്ടഴിക്കാതെ ഗുരു തട്ടിവിട്ടാൽ ഓരോ സ്ഥാനത്തും തട്ടിക്കൊണ്ടിരിക്കണം. ഒടുവിൽ തട്ടാൻ ആളും കാണുകയില്ല, തനിക്ക് പോകാൻ നിവൃത്തിയുമില്ലെന്നാകും. അതേപോലെ നീ ശിവമാണ് എന്ന് മാത്രം പറഞ്ഞാൽ ഞാൻ ആര്, ശിവമെന്നാൽ എന്ത്, ശിവമെന്ന് പറഞ്ഞ അങ്ങ് ആരാണ് എന്നൊന്നും വഴിയാവണ്ണം അറിയാതെ ശിവമാണെന്ന് ഇരുന്നാൽ രണ്ടായി തന്നെ ഇരിക്കും. ഇങ്ങനെ സംഭവിക്കാതെ താൻ ആരാണ്, തന്നെ ബാധിച്ചിരിക്കുന്ന വൈഷമ്യങ്ങൾ ഏത് പ്രകാരത്തിൽ ബാധിച്ചാൽ സ്ഥിരമായതാണോ എന്നെല്ലാം ശരിയാവണ്ണം സാക്ഷാത്കരിച്ച് സാധുക്കളിൽ നിന്ന്, അതായത് ഗുരുക്കന്മാരിൽ നിന്ന് ശ്രവിക്കുന്നത് മൂലം ദ്വൈതഭാവനാറ്റ് സാക്ഷാത്കാരം സിദ്ധിക്കുന്നു. വേദം, ഗുരു ഇവ രണ്ടും നിൻ്റെ പരമാർത്ഥ സ്വരൂപം അറിയാൻ സഹായിക്കും. അപ്പോൾ ജീവബോധപ്പറ്റ് മിഥ്യയായി തോന്നും. സാധുക്കളുടെ ഗുരുക്കന്മാരുടെ വാക്കുമൂലം നാം അവിടെ സാക്ഷാത്കാരത്തിൽ മഗ്നമാകുമ്പോൾ അവരോട് കലർന്ന് ഒന്നായിത്തീരും. അങ്ങനെ ഗുരുവിനോട് കലർന്ന് ശിഷ്യൻ ഒന്നായിത്തീരുന്നു. അങ്ങനെ നിദാഘൻ ഭൃഗുമഹർഷിയോട് ചേർന്ന് ഒന്നായിത്തീരുന്ന കാഴ്ചയാണ് ഭൃഗുഗീതയിൽ നാം കാണുന്നത്. അതാണ് രമണ മഹർഷി ഈ ആന്ധ്രാക്കാരൻ ഭക്തന് വിവരിച്ചു കൊടുത്ത ഋഭുഗീതയുടെ അന്തസത്ത. ഓം ശിവായ നമഃ.